എല്ലാന്ന് ആ പ്രതിവേട്ട എന്താ പോത്തിനെങ്ങനെ തടവി നിൽക്കുന്നത്? ഇയാൾക്ക് പോത്ത് കച്ചവടമൊക്കെ ഉണ്ടാ? ഒരു ഓട്ടോ ഡ്രൈവർ അല്ലേ, ഒരു പോത്ത് കച്ചവടം ചെല്ല. പ്രതിവേട്ട ഒന്നിവിടെ വന്നാണ്. അല്ല മൂസ എന്റെ വിളിച്ച്? ഞാൻ നിങ്ങളെ വിളിച്ചത് പെരുന്നാൾക്കിട്ട് നിങ്ങളെ പോത്തിനെ ചർക്കുണ്ടോ? ഈ രണ്ട് പോത്തുകാടും പെരുന്നാൾക്ക് ഇറക്കാനുള്ളതാ. ഇനി വേറെയും പോത്തുകാട് വരാണ്ട്. ഈ പെരുന്നാൾക്ക് ഇങ്ങോട്ട് പോരാ, നല്ല അടിപൊളി ബീഫ് കണ്ട് കൊണ്ടുപോകും. നമ്മളെ സർപ്പൂന്റെ പോത്താളാണെന്നേ. നമ്മളെ സർപ്പൂരിന്റെ പോത്തകളാണല്ലേ? ഓന്റെ പോത്തകളൊക്കെ അടിപൊളി പോത്തകളാ. പിന്നെ നല്ല ഇറച്ചുമായിരിക്കും. ഓൻ കടനെ മുന്നിൽ വെച്ചിട്ടാണ് അറക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഏതായാലും ഈ പെരുന്നാക്കുള്ള ഇറച്ചി ഞാൻ സർപ്പൂരിന്റെ അടുത്ത് ഞാൻ മേടിക്കുള്ളൂ. ഈ ഒന്ന് പോയി നോക്കൊണ്ട് അവന്റെ കടയിലുള്ള ഇറച്ചി കാണുന്നുണ്ട്. ഞാനിപ്പോ തന്നെ പോട്ടെ, പിന്നെ പെരുന്നാക്കുള്ള ഇറച്ചി കിട്ടാതാവും. ഇപ്പൊ തന്നെ പോയി ഓർഡർ ചെയ്യട്ടെ. ഞാൻ പോട്ടെ. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഇറച്ചി? ഇവിടുത്തെ ഇറച്ചി കുഴപ്പമില്ല. ഞാൻ സ്ഥിരമായിട്ട് വെള്ളിയാഴ്ച കൊണ്ട് ഇറച്ചി വാങ്ങണ. അപ്പൊ ഞാൻ പെരുന്നാക്കായിട്ട് ഇന്ന് ഇറച്ചിക്ക് വന്നാ നേരത്തെ നല്ല അടിപൊളി ഇറച്ചിയാ. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഇറച്ചി? നല്ല ഇറച്ചി, അടിപൊളി ഇറച്ചി. ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ തന്നെ വാങ്ങല്. സ്ഥിരമായിട്ട് ഇവിടെ തന്നെ മേടിക്കല്ലേ? ശരി. അപ്പൊ മക്കളെ, ഞാനിപ്പോ ഉള്ളത് ഓലപ്പീടിയ കഴിഞ്ഞിട്ട് എളാപ്പ പിടിക്കല് നമ്മളെ സർപ്പൂരിന്റെ ബീഫ് കടയില്. ഇവിടെ അടിപൊളി പോത്ത് ഇറച്ചി നിങ്ങൾക്ക് കിട്ടും പെരുന്നാളിന്. മറക്കണ്ട, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മേടിച്ചോളൂ. ഇവര് ലൈവായിട്ട് കടനെ മുന്നിൽ വെച്ചിട്ടാണ് അറുത്ത് കൊടുക്കുന്നത്. വിലയും കുറവാണ്. അപ്പൊ ഈ പെരുന്നാക്കുള്ള ഇറച്ചി നമ്മളെ ഓലപ്പീടിയ എളാപ്പ പിടിക്കാൻ തന്നെ ആയിക്കോണം. മറക്കണം, ഞാനും മേടിച്ച് പോത്തിറച്ചി. അപ്പൊ എത്രയും പെട്ടെന്ന് മേടിച്ചോളൂ.